നമ്മൾ പലരെയും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാറുണ്ട്, ആ വ്യക്തി വളരെയധികം ഭംഗിയും ഓജസ്സും ഉള്ള ഒരു വ്യക്തിയാണ്. ഈ ഓജസ് എന്ന് പറയുന്നത് എന്താണ്? ആയുർവേദത്തിൽ ഓജസ്സിനെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ആ ഓജസ് നശിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ മരിച്ചു പോകും എന്നാണ് പറയുന്നത്. ഓജസ് ക്ഷയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് ഭംഗി കുറയും, അതേപോലെ തന്നെ ശരീരത്തിന് രൂക്ഷത ഉണ്ടാകും, ശരീരം മെലിയും, ശരീരത്തിന് ദുർബലത ഉണ്ടാകും, എപ്പോഴും അതിയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെയാണ് ശരീരത്തിലുള്ള ഓജസ് കുറഞ്ഞു കഴിഞ്ഞാലുള്ള ലക്ഷണങ്ങൾ. ഇനി അതിൻ്റെ കാരണങ്ങൾ നോക്കാം. എന്തുകൊണ്ടാണ് ഓജസ് നമ്മുടെ ക്ഷയിക്കുന്നത് എന്നതിൻ്റെ കാരണങ്ങൾ ഇവയൊക്കെയാണ്. അതിയായിട്ടുള്ള വ്യായാമം കൊണ്ട് ഓജസ് ക്ഷയിക്കും. വ്യായാമം വളരെ അത്യാവശ്യമാണ്, പക്ഷേ അതിയായിട്ടുള്ള വ്യായാമം കൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഓജസ് നശിക്കുന്നതാണ്. അതേപോലെ തന്നെ നിരാഹാരം, ഒട്ടും തന്നെ ഭക്ഷണം കഴിക്കാതെ നമ്മൾ ഉപവസിക്കുകയാണെങ്കിലും ഓജസ് ക്ഷയിക്കും. അതുപോലെ അതിയായിട്ടുള്ള ചിന്ത, കൂടുതൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിലും ഓജസ് ക്ഷയിക്കും. അതേപോലെ തന്നെ രൂക്ഷമായിട്ടുള്ള ആഹാരം, അതായത് അല്പം പോലും എണ്ണ ചേർക്കാത്തുള്ള ഭക്ഷണം നമ്മൾ തുടർച്ചയായിട്ട് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓജസ് ക്ഷയിക്കും. അളവിൽ കുറഞ്ഞ് വളരെ കുറച്ച് ഭക്ഷണം മാത്രം കഴിച്ചു കഴിഞ്ഞാലും ഓജസ് ക്ഷയിക്കും. നിരന്തരമായിട്ട് ഒരേ രസം ഉള്ള ആഹാരം മാത്രം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ഓജസ് ക്ഷയിക്കും. ചിലർ പഴങ്ങൾ മാത്രം കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാലും ഇതേ രീതിയിലുള്ള ഓജസ് ക്ഷയിക്കും. കാരണം ഒരു രസം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ആയുർവേദത്തിൽ പറയുന്നത് ഏകരസം ദൗർബല്യം എന്ന് പറയുന്നത്. നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ 6 രസങ്ങളും ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ കാറ്റും വെയിലും കൂടുതലായിട്ട് കൊള്ളുക എന്നതും ഇതിന് കാരണമാണ്. കാറ്റും വെയിലും കൊള്ളുന്നത് ലംഘനമാണ്, അതായത് ശരീരത്തിന് ലാഘവം വരുത്തുന്നതാണ് എന്ന് ആയുർവേദം പറയുന്നുണ്ട്. അത് നല്ല ഔഷധമാണെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇത് കൂടുതലായിട്ട് കൊള്ളുന്ന സമയത്താണ് ഈ രീതിയിലുള്ള ഓജസ്സിന് ക്ഷയമുണ്ടാകുന്നത്. അതേപോലെ തന്നെ മനസ്സിനുണ്ടാകുന്ന ഭയം, അതേപോലെ തന്നെ ദുഃഖം മുതലായവ കൊണ്ടും ഓജസ് ക്ഷയിക്കും. രൂക്ഷമായിട്ടുള്ള മദ്യം മുതലായവ കുടിക്കുക, ഉറക്കം ഒഴിയുക തുടങ്ങിയവ കൊണ്ടും ഇത് സംഭവിക്കും. മദ്യത്തിനുള്ള 10 ഗുണങ്ങൾ ഓജസ്സിൻ്റെ 10 ഗുണങ്ങൾക്ക് തീർത്തും വിപരീതമാണ്. അതിനാൽ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓജസ് ക്ഷയിക്കുന്നതാണ്. ഓജസ് ക്ഷയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് രോഗമുണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം അറിയണം. അതുപോലെ തന്നെ ശരീരത്തിലെ കഫം, രക്തം, ശുക്ലം, മലം എന്നിവ അതിയായി പുറത്തു പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഓജസ് ക്ഷയിക്കും. വാർദ്ധക്യകാലം, അതേപോലെ തന്നെ ഭൂതങ്ങളുടെ ആക്രമണം, ഇവ കൊണ്ടും ശരീരത്തിൽ ഓജക്ഷയം ഉണ്ടാകും. അതിനാൽ മിതമായിട്ടുള്ള വ്യായാമം, അതേപോലെ തന്നെ മിതമായിട്ടുള്ള ഭക്ഷണം, അതിയായിട്ടുള്ള ചിന്തയില്ലായ്മ, സ്നിഗ്ധമായിട്ടുള്ള ഭക്ഷണം, 6 രസവും ഉള്ള ഭക്ഷണം, കാറ്റും വെയിലും അധികം കൊള്ളാതിരിക്കുന്നത്, ഭയം, കോപം തുടങ്ങിയവ ഇല്ലാതിരിക്കുക, മദ്യം ഉപയോഗിക്കാതിരിക്കുക, ഉറക്കം ഒഴിയാതിരിക്കുക, കഫം, രക്തം, ശുക്ലം, അതേപോലെ തന്നെ മലം എന്നിവ അതിയായി പുറത്തു പോകാതിരിക്കുക, ഇവയെല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓജസ് നമ്മുടെ ശരീരത്തിൽ നിൽക്കും. എന്നാൽ വാർദ്ധക്യകാലമാകുന്ന സമയത്ത് ഓജസ് ക്രമേണ ക്ഷയിച്ചുകൊണ്ടിരിക്കും. വന്ന രോഗം മാറാനും രോഗം വരാതിരിക്കാനും വേണ്ടിയിട്ട് ആയുർവേദ, സിദ്ധ, ഹോമിയോ, യുനാനി, പ്രകൃതി ചികിത്സ തുടങ്ങിയ ചികിത്സാ സംവിധാനങ്ങളെ സ്വീകരിക്കുക. പാലും പാലുൽപ്പന്നങ്ങളും പരിപൂർണമായിട്ടും വർജിക്കുക. അതേപോലെ തന്നെ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുക, സസ്യഭക്ഷണം മാത്രം കഴിക്കുക. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വന്ന രോഗം മാറുകയും രോഗം വരാതിരിക്കുകയും ചെയ്യും. എല്ലാവർക്കും നന്ദി.